ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് PBEET404. സോ നിങ്ങൾ S4 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെ ഒരു മേജർ കോറാണ്. അതായത് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾ ഈ ബിടെക് കഴിഞ്ഞാൽ ഏതൊരു ഇന്റർവ്യൂവിന് പോകുന്നവരാണെങ്കിലും, നമ്മുടെ ഒരു മേജർ കോർ പേപ്പർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അറിയാതെ നമുക്ക് ഇതിന് കുറേ കണ്ടിന്യൂഷൻ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. മൈക്രോ പ്രൊസസ്സർ, പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോഡിങ്, ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം. അപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ ബേസിക് പേപ്പറാണ്, നിങ്ങളെ കോർ പേപ്പറാണ്. അപ്പോൾ ഈ കോർ പേപ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കണം. ഒരേപോലെ ന്യൂമറിക്കലും ഡിസൈനും ഒക്കെ വരുന്ന ഒരു പേപ്പറാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് കറക്റ്റ് ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പോർഷൻസ് എല്ലാം കവർ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്, ഏതൊക്കെ ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പാറ്റേൺ, ഇന്റേണൽ പാറ്റേൺ എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ നമുക്ക് റെഫറൻസിൽ നമുക്ക് ഏതൊക്കെ വീഡിയോസ് റെഫർ ചെയ്യാൻ പറ്റും, ഓക്കെ, ഏതൊക്കെ NPTEL കോഴ്സസ് നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ എത്ര ടെക്സ്റ്റ് ബുക്കുകളും എത്ര റെഫറൻസ് ബുക്കുകളും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ബുക്കിൽ നിന്നാണ് ന്യൂമറിക്കൽസ് ചോദിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ KTVയിൽ കൊടുത്തിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിന്റെ ഒരു ബ്രീഫ് ഇൻട്രോ ഞാൻ ഇന്ന് പറയും. 4 മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഇൻട്രൊഡക്ഷൻ ഞാൻ ഓരോ മൊഡ്യൂളിലും പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇതിന്റെ കോഴ്സ് കോഡ് വരുന്നത് എത്രയാണ്? PBEET404. എല്ലാവരും കണ്ടോ? നമ്മുടെ കോഴ്സ് കോഡ് എന്താ? PBEET404. അതാണ് കോഴ്സ് കോഡ്. അപ്പൊ അതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് 60 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി എക്സാം വരിക. 40 മാർക്ക് നമ്മുടെ എന്താണ്? 40 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ മാർക്കാണ്. അതായത് 3 അവറാണ് നമുക്ക് വീക്കിലി ലെക്ചർ എന്ന് പറയുന്നത്. LTPR എന്ന് പറഞ്ഞാൽ ലെക്ചർ, ട്യൂട്ടോറിയൽ ഒക്കെയാണ്. ഓക്കെ, മൊത്തം 3+1 4 അവറാണ് നമുക്ക് വീക്കിലി ഉണ്ടാവുക കേട്ടോ. അതിന്റെ മൊത്തം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ കോർ സബ്ജക്ട്സിന്റെ ഒക്കെ ക്രെഡിറ്റ് 4 നിങ്ങൾക്ക് അറിയാം. 4 ഇതിന്റെയും ക്രെഡിറ്റ് അല്ലെ. എക്സാം അവേഴ്സ് വരുന്നത് 2 hours 30 minutes ആണ്. 2.5 മണിക്കൂറാണ് എക്സാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഇതിന് നമുക്ക് പ്രീവിയസ് ആയിട്ട് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ടോ അല്ലെ? പ്രീ റിക്വസ്റ്റീസ് എന്ന് പറയുന്നത് നണ്ണാണ്. അപ്പൊ ഇതിന്റെ ബേസിലാണ് നമ്മൾ 5ലും S6-ലൊക്കെ ഉള്ള പേപ്പേഴ്സ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കോർ ബേസ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് ആണ്. ഇതിന്റെ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് തിയറി സബ്ജക്റ്റ് ആണ്. തിയറി എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലും ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഈ ഡിസൈൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോർ സബ്ജക്ട് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് ഡിസൈൻ, അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് എ ഡിജിറ്റൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ബൈനറി ലോജിക്. ഒരു ബൈനറി നമ്പർ സിസ്റ്റം എന്നുള്ള സിസ്റ്റം നിങ്ങൾ ഈ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? 0യും 1ഉം മാത്രം വരുന്ന ഒരു സിസ്റ്റമാണ് ബൈനറി. അപ്പൊ ബൈനറി സിസ്റ്റത്തിന്റെ ബേസിലുള്ള ഡിസൈൻ, അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ? സോ ദിസ് കോഴ്സ് ഇൻട്രൊഡ്യൂസസ് സ്റ്റുഡൻസ് ടു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് such as number system, logic gate, Boolean algebra and simplification techniques used in digital circuit design. It further cover the design and implementation of combination and sequential circuit including adders, multiplexers, flip-flops, counters and shift registers. ഇതൊന്നുമില്ല, ഇതിൽ നോർമലി നമ്മൾ നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസ് പഠിക്കും. ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഡെസിമൽ. ഈ നമ്പർ സിസ്റ്റത്തിന്റെ മ്യൂച്വൽ കൺവേർഷൻ പഠിക്കും. ഈ നമ്പർ സിസ്റ്റം വെച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് പഠിക്കും. അത് വെച്ചിട്ട് നമ്മൾ ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും മൾട്ടിപ്ലക്സേഴ്സും ഡീകോഡേഴ്സും ഡിമൾട്ടിപ്ലക്സേഴ്സും എൻകോഡേഴ്സും പോലത്തെ സ്പെഷ്യൽ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയ ബൂലിയൻ എക്സ്പ്രഷൻസിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് വഴി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഈ സിംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് നമ്മൾ എങ്ങനെ ഇതിന്റെ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടേമുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേമുകൾ ഉണ്ട്. ആഡർ, സബ്ട്രാക്ടർ, മക്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടർ, രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടേംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. ദ സബ്ജക്ട് ഓൾസോ പ്രൊവൈഡ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഓർ HDL, enabling students to
model and simulate digital system using modern digital tools. So it formed the foundation of advanced subjects like microprocessors, microcontrollers, digital signal processing, computer architecture and embedded system. ഇതൊക്കെ നിങ്ങൾക്ക് ഫർദർ സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് ആണ് കേട്ടോ. എനിക്കൊന്ന് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ നിങ്ങൾക്ക് ഈ സെമ്മിൽ തന്നെ പഠിക്കാനുണ്ട്. മൈക്രോപ്രൊസസേഴ്സ് ഈ സെമ്മിലല്ല അടുത്ത സെമ്മിൽ മൈക്രോപ്രൊസസേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, എംബഡഡ് സിസ്റ്റം. ഈ എല്ലാ പേപ്പറിന്റെയും ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, so by the end of the course, students gain the ability to analyze real world digital systems and develop efficient digital circuit solution for engineering applications. അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളേജ് കിട്ടും എങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ അല്ലേ. ഇതൊരു കോർ പേപ്പറാണ്. ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻട്രോ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി അതിൻ്റെ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടലി 100 മാർക്സിനാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം. 100 മാർക്സ് ആണ് നമുക്ക് മൊത്തം ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം കൂടിയും കൂട്ടിയിട്ട് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് 60 മാർക്കും നമ്മുടെ ഇന്റേണൽ ഇവാലുവേഷൻ 40 മാർക്കുമാണ്. 2 അവർ 30 മിനിറ്റ് ആണ് ഇതിന് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഈ 60 മാർക്കിൽ നമുക്ക് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് 40 മാർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമും നോക്കണേ, 60 മാർക്ക് നമ്മുടെ ഇന്റേണലും ആണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയതാണ്. 60 മാർക്ക് നമ്മുടെ ഇന്റേണൽ മാർക്കും 40 മാർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി മാർക്കുമാണ്. പക്ഷേ ഈ 40 മാർക്കിൽ നിങ്ങൾക്ക് ഇതിന്റെ 40% ആണ് നിങ്ങൾക്ക് പാസ് മാർക്ക്. ഇത്ര 40% എന്ന് പറഞ്ഞാൽ 40% എന്ന് പറഞ്ഞാൽ 16 മാർക്കാണ് നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ട മിനിമം മാർക്ക് കേട്ടോ. 40ൽ 16 മാർക്ക് മതി നിങ്ങൾക്ക് എന്താവാൻ, പാസ്സാവാൻ. 60 മാർക്ക് നമ്മുടെ എന്താണ്, ഇന്റേണൽ മാർക്കാണ്. അപ്പൊ ഇന്റേണൽ 60 കിട്ടിയെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം, 16 മാർക്ക് മിനിമം കിട്ടിയാൽ നിങ്ങൾ പാസ്സാവുള്ളൂ. 40% മിനിമം റിക്വയർമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ 60 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ മാർക്കും 40 മാർക്ക് എന്നുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി തിയറിയുടെ മാർക്കുമാണ് 40 മാർക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 60 മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മാർക്ക് നമുക്ക് മൊത്തം അറ്റൻഡൻസിനും 30 മാർക്ക് പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പെസിഫിക്കലി ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ കുറെ ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് 30 മാർക്ക്. പിന്നെ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിനേഷന് 12.5 മാർക്കും സെക്കൻഡ് ഇന്റേണൽ എക്സാമിനേഷന് 12.5 മാർക്കും. അങ്ങനെ ഇന്റേണൽ എക്സാമിനേഷന് 25 മാർക്കും പ്രൊജക്റ്റിന് 30 മാർക്കും അറ്റൻഡൻസിന് 5 മാർക്കും. അങ്ങനെയാണ് മൊത്തം നമുക്ക് ഇന്റേണൽ എത്ര വരുന്നത്, 60 മാർക്ക് വരുന്നത്. ഇങ്ങനെയാണ് 60 വരുന്നത്. അതിൽ മിക്ക സബ്ജക്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം 60 മാർക്സിനും ഇന്റേണൽ 40 മാർക്സിനുമാണ്. ഇവിടെ നേരെ തിരിച്ചാണ്, 40 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമും 60 മാർക്ക് നമ്മുടെ ഇന്റേണലാണ്. ഈ 60 മാർക്കിൽ തന്നെ 30 മാർക്ക് പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. അസൈൻമെന്റ്സിന് പകരം പ്രൊജക്റ്റ് ആണ് നമ്മുടെ സിലബസിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കൂ, ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണ്. പാർട്ട് എ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ, ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്യാരിങ് 2 മാർക്സ്. അപ്പോൾ പാർട്ട് എയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. മൊത്തം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓരോന്നിനും 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്. അങ്ങനെ 8 × 2 16 മാർക്കാണ് നമുക്ക് പാർട്ട് എയിൽ ഉണ്ടാവുക. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് ആൻസർ എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ അല്ലെ. പിന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസർഡ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം 2 subdivisions. So each question carries 6 marks. 4 × 6 24. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് പാർട്ട് എയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് പാർട്ട് ബിയിൽ ഉണ്ടാവും ഓരോ മൊഡ്യൂളിലും. ഈ 2 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. മൊത്തം 4 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൽ ഏതെങ്കിലും എനി വൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ 24 മാർക്ക് പാർട്ട് ബിയും 16 മാർക്ക് പാർട്ട് എയും വരുന്നൊരു സബ്ജക്റ്റ് ആണ്. ശരിക്കും ഈ പാർട്ട് എ 40% പാർട്ട് എയും 60% പാർട്ട് ബിയും ആണ് നമ്മുടെ സിലബസ്. അങ്ങനെ ടോട്ടൽ 40 മാർക്കിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവുക കേട്ടോ. യെസ്, ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ ഈ പ്രൊജക്റ്റിനെ കുറിച്ച്, പ്രൊജക്റ്റിൽ നമുക്ക് എന്താ ചെയ്യാന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ നമുക്ക് റെഫർ ചെയ്യാനുള്ള കുറച്ച് ബുക്കുകൾ നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ആൻഡ് റെഫറൻസ് ബുക്ക്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ബുക്കുകൾ പറയുന്നുണ്ട്. അത് ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. അപ്പൊ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പറയുന്നത് ഏതാണ്, ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ് ഇതിൽ ആദ്യം പറയുന്നത്.
ഡിജിറ്റൽ ഫണ്ടമെന്റൽസ്. സോ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ബൈ ഫ്ലോയിഡ്. ഓതറിന്റെ പേരെന്താ? ഫ്ലോയിഡ് ടി.എൽ. അല്ലേ? ദ പീസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പബ്ലിഷറാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ 11th എഡിഷൻ 2017 ഇറങ്ങിയിരിക്കുന്ന 11th എഡിഷൻ ബുക്കാണ് നമ്മുടെ മേജർ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മേജർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫസ്റ്റ് കാണുന്ന ബുക്കാണ് തോമസ് എൽ ഫ്ലോയിഡിന്റെ 11th എഡിഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. കണ്ടോ? ഈ ബുക്ക് നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ കിൻഡിൽ ബുക്ക് ആമസോൺ കിൻഡിൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് അതുപോലെ തന്നെ ഫ്രഷ് ബുക്കൊക്കെ നിങ്ങൾക്ക് ആമസോൺ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതെപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. അപ്പോൾ ഇതിന്റെ ഈ ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. ഇതുപോലത്തെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിച്ചാലേ നമുക്ക് കോർ സബ്ജക്റ്റിൽ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഫ്ലോയിഡിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോയിഡിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70% സിലബസ് ഈ ഫ്ലോയിഡിന്റെ ബുക്കിൽ നിന്ന് കവേർഡ് ആണ് കേട്ടോ. അപ്പോൾ ബുക്കിന്റെ കവർ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ PDF തന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നീറ്റ് ആയിട്ട് ഇതിന്റെ കിൻഡിൽ ബുക്ക് ഈ ബുക്ക് വാങ്ങിക്കാം. നിങ്ങൾ ആമസോൺ കിൻഡിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വ്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ ബുക്കിന്റെ പേര് മനസ്സിലായല്ലോ. തോമസ് എൽ ഫ്ലോയിഡിന്റെ 11th എഡിഷൻ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്നുള്ള സബ്ജക്റ്റ് ആണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ബുക്കാണ് ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. കണ്ടോ? ആൽബർട്ട് പോൾ മാൽവിനോ ആൻഡ് ഡൊണാൾഡ് പി ലീച്ച്. ഇത് മെഗ്രോ ഗിൽ ഇന്റർനാഷണൽ എഡിഷൻസ് ആണ്. ഇതിന്റെ 4th എഡിഷൻ 2018 ബുക്കാണ് നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ 4th എഡിഷൻ ബൈ ആൽബർട്ട് പോൾ മാൽവിനോ ആൻഡ് ഡൊണാൾഡ് പി ലീച്ച്. മെഗ്രോ ഹിൽ ഇന്റർനാഷണൽ എഡിഷൻ ആണ് 4th എഡിഷൻ ബുക്ക്. ഇത് കണ്ടോ? ഇത് കുറച്ച് പഴയ ബുക്കാണ്. ഇതിന്റെയും ഈ ബുക്കുകൾ നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ബുക്കാണ് മൂന്നാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു വെരിലോഗ് ആൻഡ് VHDL ആൻഡ് സിസ്റ്റം വെരിലോഗ്. ഇതാണ് അടുത്ത ബുക്ക്. ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു വെരിലോഗ് HTL, VHDL ആൻഡ് സിസ്റ്റം വെരിലോഗ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഇത് മോറിസ് മനോ എന്നുള്ള ഓതറാണ് ഇതിന്റെ ബുക്ക് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കൽ ഡി സ്ലെട്ടി. ഇതും പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. 6th എഡിഷൻ 2018 ബുക്കാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതും നമ്മുടെ മെയിൻ മോറിസ് മനോന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഫ്രഷ് ബുക്ക് വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ നിന്ന് യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് ബുക്സ് കിട്ടും. വളരെ ചീപ്പായിട്ട് വളരെ ചെറിയ കോസ്റ്റിൽ നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് റെഫറൻസ് ആയിട്ട് എപ്പോഴും വെക്കാം. അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് അവർക്കെങ്കിലും തോന്നണ്ടേ നിങ്ങളെ വീട്ടിലെ വിസിറ്റേഴ്സിന്? അപ്പൊ നിങ്ങൾ നല്ലത് ഇതുപോലത്തെ 1-2 സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷെൽഫിൽ വെക്കണം. നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ? നിങ്ങൾ ഉത്തരവാദിത്തമല്ലേ? അപ്പൊ ഇതിന് ഈ ബുക്കുകളൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുക. പ്യുവർലി നോട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഈ സബ്ജക്റ്റ് പഠിക്കരുത്. കാരണം നിങ്ങൾ ഈ ഒരു 4 year BTech കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസുകൾ വേണ്ടി വരും. അതിന് ഈ ബുക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പൊ ഈ മൂന്നാമത്തെ ബുക്ക് കണ്ടോ? ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ടു വെരിലോഗ് HTL, VHDL ആൻഡ് സിസ്റ്റം വെരിലോഗ് ബൈ മോറിസ് മനോ ആൻഡ് മൈക്കൽ ഡി സ്ലെട്ടി. ഇതാണ് നമ്മുടെ 6th എഡിഷൻ ബുക്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് പാർട്ടൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഈ പ്രോഗ്രാമിംഗ് പാർട്ടിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ബുക്കിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ നാലാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ള ബുക്കാണ്. ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. സോ ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ബൈ ഹെർബർട്ട് ടോബ് ആൻഡ് ഡൊണാൾഡ് ഷില്ലിങ്സ്. ഇതാണ് നെയിം ഓഫ് ദി ഓതർ. ഇതും മെഗ്രോ ഹിൽ എഡ്യൂക്കേഷന്റെ ബുക്കാണ്. 2017 ഇതിന്റെ എഡിഷൻ. ഈ ബുക്കിന്റെ കവർ പേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ബൈ ഹെർബർട്ട് ടോബ് ആൻഡ് ഡൊണാൾഡ് ഷില്ലിംഗ്. ഇന്ത്യൻ എഡിഷൻ ആണ്. മെഗ്രോ ഗിൽ പബ്ലിക്കേഷൻ ആണ്. എഡിഷൻ എത്രയാണ്? എഡിഷൻ പറയുന്നുണ്ട്. എഡിഷൻ പറയുന്നില്ല. നോർമൽ ബുക്ക്. ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയാണ് ഈ 4 ബുക്കാണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇനി കുറച്ച് റെഫറൻസ് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് ബുക്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ലോജിക് വിത്ത് വെരിലോഗ് ഡിസൈൻ ബൈ സ്റ്റീഫൻ ബ്രോൺ, മെഗ്രോ ഹിൽ എഡ്യൂക്കേഷൻ 2nd എഡിഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ബുക്ക്. സ്റ്റീഫൻ ബ്രോൺ ആണ് ഇതിന്റെ ഓതർ. മെഗ്രോ ഹിൽ എഡ്യൂക്കേഷൻ ആണ്. 2nd എഡിഷൻ ബുക്കാണ്. കണ്ടോ? ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ?
ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ലോജിക് വിത്ത് വെരിലോഗ് ഡിസൈൻ 3rd എഡിഷൻ, സ്റ്റീഫൻ ബ്രോൺ. 2nd എഡിഷൻ ആണ് നമുക്ക് 3rd എഡിഷന്റെ പിക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റീഫൻ ബ്രോൺ ആൻഡ് സോക്ക്, ഇതാണ് നമ്മുടെ ബുക്ക് കേട്ടോ, സ്റ്റീഫൻ ബ്രോൺ 2nd എഡിഷൻ. 3rd എഡിഷനിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മുടെ അടുത്ത റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ ആനന്ദ് കുമാർ. കൂടുതലും ന്യൂമറിക്കൽസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് ഈ ആനന്ദ് കുമാറിന്റെ ബുക്ക് എന്ന് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് കൂടുതലും ഞാൻ ചെയ്യിക്കുന്നത്, അല്ലെ. പ്രന്റിസ് ഹാൾ ആണ് ഇതിന്റെ പബ്ലിഷർ. 4th എഡിഷൻ 2023 ബുക്ക്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഈ ബുക്ക് വാങ്ങിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ആനന്ദ് കുമാറിന്റെ ബേസിലാണ്, ഈ ബുക്കിന്റെ ബേസിസിലാണ് കൂടുതലും ന്യൂമറിക്കൽസ് ഒക്കെ ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ന്യൂമറിക്കൽസ് ഒക്കെ ഈ ഒരു ആനന്ദ് കുമാർ ടെക്സ്റ്റിന്റെ റെഫറൻസിലാണ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് 4th എഡിഷൻ 2023 ബുക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അടുത്തത് 3ാമത്തെ ബുക്കാണ്, നിങ്ങൾ നോക്കിയേ. അപ്പൊ ഇതിന്റെ ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ ആനന്ദ് കുമാർ. ഏത് എഡിഷൻ അവിടെ പറയുന്നത്? 4th എഡിഷൻ. കറക്റ്റ് ആണ്. ഈ റൈറ്റ് സൈഡിൽ കണ്ടാവും 4th എഡിഷൻ ബുക്ക്, ഒരു ബ്ലാക്ക് റെഡ് കളർ ആയിട്ടുള്ള ഒരു ബുക്ക്. ഇത് ഭയങ്കര ഫേമസ് ബുക്കാണ്. നിങ്ങൾക്ക് ഇത് ആമസോണിലൊക്കെ ശരിക്കും ഇതിന്റെ ബുക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് ബൈ ആനന്ദ് കുമാർ. ജസ്റ്റ് എ മൊമെന്റ്. അപ്പൊ ഇതിന്റെ ഫ്രഷ് ബുക്കിന് വരുന്നത് ഏകദേശം ഒരു 500 റേഞ്ചിനുള്ള ബുക്കാണ്. ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകളൊക്കെ കിട്ടും കേട്ടോ, അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ. സെക്കൻഡ് ഹാൻഡ് ബുക്കൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ബുക്കിനൊക്കെ വളരെ ചീപ്പായിട്ട് ഒരു 250 റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ യൂസർ ബുക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒരു റീഫർബിഷ് ചെയ്ത ബുക്സ് ആയിരിക്കും. അപ്പൊ ഈ ബുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ബുക്ക് വാങ്ങുകയോ ചെയ്യാം കേട്ടോ റെഫറൻസിന്. അപ്പൊ ആനന്ദ് കുമാറിന്റെ ബുക്ക് എപ്പോഴും നമ്മൾ ഡിജിറ്റൽ ഫണ്ടമെന്റൽസിന്റെ ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ബുക്കാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, അടുത്ത ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈൻ ബൈ എസ് സാലിവഹൻ. ഇതൊക്കെ ഇന്ത്യൻ ഓതർ ബുക്കാണ് കേട്ടോ. ഈ ആനന്ദ് കുമാറും സാലിവഹന്റെ ഒക്കെ ബുക്ക് ഇന്ത്യൻ ഓതേഴ്സ് ബുക്കാണ്. സോ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് ഡിസൈൻ എന്നുള്ള ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് ഡിസൈൻ ബൈ എസ് സാലിവഹൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, 2018. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് ഡിസൈൻ 5th എഡിഷൻ, എസ് സാലിവഹൻ ആൻഡ് എസ് അരിവഴകൻ. ഇതൊരു ഇന്ത്യൻ ഓതർ ബുക്കാണ് കേട്ടോ. ഇതൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് റെഫറൻസിൽ എടുക്കാം. നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ ഞാൻ ഈ ബുക്കൊക്കെ റെഫറൻസ് ആയിട്ട് എടുത്താണ് ഇതിലെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ബുക്കാണ് ലാസ്റ്റ് ബുക്ക്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വെരിലോഗ് HTL ആൻഡ് ഫണ്ടമെന്റൽസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കുറച്ച് പ്രോഗ്രാമിംഗ് പാർട്ട് വരുന്നുണ്ട് സബ്ജക്റ്റിൽ. ആ പ്രോഗ്രാമിംഗ് പാർട്ട് നിങ്ങൾക്ക് ഈ റെഫറൻസ് ബുക്ക് റെഫർ ചെയ്യാം. ജോസഫ് കാവർനോഫ്, CRC+ ആണ് ഇതിന്റെ നെയിം ഓഫ് ദി പബ്ലിഷർ. 1st എഡിഷൻ 2008 ബുക്കാണ്. ഇതാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബ്ലൂ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഈ ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് വെരിലോഗ് HTL ഫണ്ടമെന്റൽസ് ബൈ ജോസഫ് കാവറാങ്ക്. ഓക്കെ, CRC+ പബ്ലിക്കേഷൻ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ്. അപ്പൊ ഈ 8 ബുക്കുകളാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് എപ്പോഴും എടുക്കാൻ പറ്റുക. ഈ 8 ബുക്കുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ഒന്ന് ഫ്ലോയിഡിന്റെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഈ ആനന്ദ് കുമാറിന്റെ ടെക്സ്റ്റ് ബുക്കുമാണ് ഞാൻ കൂടുതലും റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് ഒന്ന് പോവാം. സിലബസ് നമുക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ സിലബസിന് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാനുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് നമ്പർ സിസ്റ്റം ആൻഡ് കോഡ്സ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. നമ്പർ സിസ്റ്റം ആൻഡ് കോഡ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ ട്രിപ്പിൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഗേറ്റ് നിങ്ങൾ 3rd ഇയർ ആയി കഴിഞ്ഞാൽ ഗേറ്റ് എഴുതാലോ. അപ്പൊ ഗേറ്റിൽ ഒരു മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് കേട്ടോ. ഒരു മെയിൻ സബ്ജക്ട് ഡിജിറ്റൽ ആണ്. അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ എന്നുള്ള സബ്ജക്ട് ഉണ്ട്. ഈ കോംപ്രിഹെൻസീവ് എക്സാമിനേഷന്റെയും ഒരു മേജർ സബ്ജക്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് പാർട്ടുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം ആൻഡ് കോഡ്സ് ആണ് ആദ്യം വരുന്നത്. അതിൽ 3 നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, അതിന്റെ കൺവേർഷൻ, അതുപോലെ ആസ്കി കോഡ്, XS3 കോഡ്, ഗ്രേ കോഡ്, BCD കോഡ് എന്നുള്ള ഡിഫറെന്റ് കോഡ്സുകൾ വരുന്നുണ്ട്. പിന്നെ സൈൻഡ് നമ്പേഴ്സ് വരുന്നുണ്ട്, 1s and 2s കോംപ്ലിമെന്റ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. പിന്നെ ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് വരുന്നുണ്ട്. ഇതിൽ യൂണിവേഴ്സൽ ഗേറ്റ്, TTL, CMOS, അതിന്റെയൊക്കെ ഇന്റേണൽ ഡയഗ്രാം വരുന്നുണ്ട്. അതുപോലെ തന്നെ TTL-ന്റെയും CMOS-ന്റെയും കമ്പാരിസൺ. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്, CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, അതാണ് CMOS.
ഇനി ബൂലിയൻ ലോസ് ആൻഡ് തിയറംസ് ആണ് അടുത്ത് വരുന്നത്. ഇതിൽ സം ഓഫ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് ഓഫ് സം, കെ മാപ്പ് റെപ്രസെന്റേഷൻ, അതിന്റെ സിംപ്ലിഫിക്കേഷൻ, അതിൽ പെയർ, ക്വാഡ്, ഒക്ടെറ്റ്, ഡോൺ കെയർ ഇതൊക്കെ പഠിക്കാനുണ്ട്. കെ മാപ്പ് അല്ലെങ്കിൽ കർണോഫ് മാപ്പ് എന്നുള്ളവരാണ് നെക്സ്റ്റ്. അങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്പർ സിസ്റ്റംസ് 3 നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ഇതിന് പുറമെ ഡെസിമൽ നമ്പർ സിസ്റ്റം, നമ്മളെ സാധാരണ എണ്ണൽ സംഖ്യകളാണല്ലോ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, അതും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ 3 നമ്പർ സിസ്റ്റം, ഒന്ന് ബൈനറി നമ്പർ സിസ്റ്റം, ഒന്ന് ഒക്ടൽ നമ്പർ സിസ്റ്റം, ഒന്ന് എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് തുറന്ന് 2 ആയിരിക്കും. അതിന്റെ റെപ്രസെന്റേഷൻ, അതിന്റെ പൊസിഷൻ, വെയിറ്റ്, ബൈനറി അരിത്തമെറ്റിക് ഒക്കെ പഠിക്കാനുണ്ട്. ഒക്ടൽ നമ്പറിന് ഇതുപോലെ തന്നെ ഒരു ബേസ് 8 സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം, അതിന്റെ കൺവേർഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 16 ബേസ് വരുന്ന സിസ്റ്റമാണ് എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം, ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 7, എക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 7 8 9 ABCDEF, അങ്ങനെ 16 കോമ്പിനേഷൻസ് ഇവിടെ വരും. ഇതാണ് എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺവേർഷൻ, അതായത് ഡെസിമലിനെ ബൈനറി ആക്കണം, ഒക്ടലിനെ എക്സാഡെസിമൽ ആക്കണം, ബൈനറി ഡെസിമൽ ആക്കണം, ഒക്ടലിനെ എക്സാഡെസിമൽ ആക്കണം. ഇങ്ങനെ ഇന്റർ കൺവേർഷൻ ബിറ്റ്വീൻ ഒക്ടൽ ആൻഡ് എക്സാഡെസിമൽ ത്രൂ ബൈനറി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 12 ഡിഫറെന്റ് കൺവേർഷൻസ് നമുക്ക് നമ്പർ സിസ്റ്റത്തിന്റെ അണ്ടറിൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന കോഡ്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഇതും ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോഡ്സ് അല്ലെ. അപ്പൊ ഏതൊക്കെ കോഡ്സുകളാണ് സിലബസിൽ പഠിക്കാനുള്ളത്? ഫസ്റ്റ് പഠിക്കാനുള്ള കോഡിന്റെ പേരാണ് BCD അല്ലെങ്കിൽ ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള BCD കോഡ്സ് ഉണ്ട്. വെയ്റ്റഡ് കോഡാണത്. അതിന് നമ്മൾ അതിന്റെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത് പഠിക്കാനുള്ള കോഡാണ് ഗ്രേ കോഡ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കെ മാപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സിലബസിൽ പറഞ്ഞു. ഈ കെ മാപ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഗ്രേ കോഡ് എന്നുള്ള ഒരു കോഡിന്റെ ബേസിസിലാണ്. സോ അതൊരു യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡാണ്. അതിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺവേർഷൻസ് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് സാധാരണ ഒരു നമ്പറിനെ, ഒരു ബൈനറി നമ്പറിനെ ഗ്രേ ആക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഗ്രേ നമ്പറിനെ എങ്ങനെയാണ് ബൈനറി ആക്കുന്നത്, അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. മൂന്നാമത് പഠിക്കാനുള്ള കോഡാണ് XS3 കോഡ്. ഈ BCD കോഡിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോഡാണ് XS3 കോഡ്. അതൊരു സെൽഫ് കോംപ്ലിമെന്റ് കോഡ് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെ ജനറേഷൻ, അപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കോഡാണ് ASCII. ഹാവ് യു ഹിയർ അബൌട്ട് ASCII കോഡ്? ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതിനാണ് ASCII എന്ന് പറയുന്നത്. ASCIIന്റെ ഫുൾ ഫോം എന്താ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതാണ് ASCII കോഡ്. ഇറ്റ് ഇസ് എ ക്യാരക്ടർ എൻകോഡിംഗ് ഫോർ ആൽഫബറ്റ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ്, അപ്ലിക്കേഷൻ ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ഇതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞ ഒരു കോഡ് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോഡാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ പാർട്ട് വരുന്നത് സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു പാർട്ടാണ് അടുത്തതിൽ വരുന്നത് കേട്ടോ. സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ. ഈ സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ബേസ് എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് പഠിക്കാനുണ്ട്. ഒന്നിനെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അതിന്റെ ഫോർമേഷൻ, റേഞ്ച്, അരിതമെറ്റിക് ഓപ്പറേഷൻ. അതുപോലെ തന്നെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ, അതിന്റെ ഫോർമേഷൻ, റേഞ്ച്, അരിതമെറ്റിക് ഓപ്പറേഷൻ. അതുപോലെ തന്നെ ബൈനറി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, എങ്ങനെ ബൈനറി നമ്പറിനെ നമുക്ക് ആഡ് ചെയ്യാം, എങ്ങനെ ബൈനറി നമ്പറിനെ വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും വെച്ച് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാമെന്നും നമുക്കിതിൽ പഠിക്കാനുണ്ട്. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബേസിക് ലോജിക് ഗേറ്റ് ആൻഡ് ലോജിക് ഫാമിലി. ഇതാണ് നമ്മുടെ സിലബസിൽ വരുന്ന നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഗേറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് ആണ്. ഇതിൽ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഈ 3 ഗേറ്റുകളാണ് ബേസിക് ഗേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിന്റെ സിമ്പൽ, ട്രൂത്ത് ടേബിൾ, ലോജിക് ഓപ്പറേഷൻ. ഇതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗേറ്റ്, അതായത് ഒരു ഗേറ്റിൽ നിന്ന് ബാക്കി എല്ലാ ഗേറ്റുകളും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാം. 2 യൂണിവേഴ്സൽ ഗേറ്റുകളാണ് സിലബസിൽ പറയാനുള്ളത്. ഒന്ന് നാൻഡ് ഗേറ്റും ഒന്ന് നോർ ഗേറ്റും. അതിന്റെ റിയലൈസേഷൻ ഓഫ് ബേസിക് ഗേറ്റ് യൂസിങ് നാൻഡ് ആൻഡ് നോർ. പിന്നെ TTL ലോജിക് ഫാമിലി, CMOS ലോജിക് ഫാമിലി എന്ന 2 സ്പെഷ്യൽ ടൈപ്പ് പഠിക്കാനുണ്ട്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്, CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് CMOS. ഓക്കെ. പിന്നെ അടുത്തത് ഇതിന്റെയൊക്കെ ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പൊ ഈ TTL വെച്ചിട്ട് എങ്ങനെ നാൻഡ് ഉണ്ടാക്കാം, CMOS വെച്ച് എങ്ങനെ നോർ ഉണ്ടാക്കാം,
ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ CMOSന്റെയും TTLന്റെയും ഒരു കമ്പാരിസൺ. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 1 പറയാനുള്ളത്. പിന്നെ ഒരു പാർട്ടും കൂടി ഇതിലുണ്ട്, അതാണ് ബൂലിയൻ അൽജിബ്ര ആൻഡ് തിയറംസ്. ബൂലിയൻ അൽജിബ്ര ആൻഡ് തിയറംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൂലിയൻ ലോസ് ഉണ്ട്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് മാത്സിൽ. ഇതിൽ ഒന്നാണ് ബേസിക് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പോലത്തെ ബേസിക് ലോസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ലോ, നള്ള്, ഐഡംപൊട്ടന്റ്, ഇൻവല്യൂഷൻ, കോംപ്ലിമെന്റ് ലോസ്, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ലോസ് ആണ്. ഇതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ലോ ആണ് ഡിമോർഗൻസ് തിയറം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിമോർഗൻസ് തിയറം എന്തിനു യൂസ് ചെയ്യുന്നു, അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഡുവാലിറ്റി തിയറം. ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആൻഡിനെ ഓർ ആക്കുന്നതും ഓറിനെ ആൻഡ് ആക്കുകയും 1നെ 0 ആക്കുകയും 0യെ 1 ആക്കുകയും ചെയ്യുന്ന ലോ ആണ് ഡുവാലിറ്റി തിയറം. അതൊക്കെയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലോസിൽ പഠിക്കാനുള്ളത്. പിന്നെ ബൂലിയൻ എക്സ്പ്രഷൻസിന്റെ ഫോംസ് പഠിക്കാനുണ്ട്. അതിൽ 2 രീതിയിലുള്ള ബൂലിയൻ എക്സ്പ്രഷൻ ഫോംസ് പഠിക്കാനുണ്ട്. ഒന്നാണ് SOP അല്ലെങ്കിൽ സം ഓഫ് പ്രൊഡക്റ്റ്, ഒന്നാണ് POS അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സം. ഇതിന്റെ SOPയും POS വെച്ചുള്ള കൺവേർഷൻ പ്രോബ്ലംസും ചോദിച്ചു കണ്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് നമ്മുടെ 7ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കെ മാപ്പ് ആണ്. കെ മാപ്പിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കർൺ ഓഫ് മാപ്പ് ആണ്. കെ മാപ്പിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കെ മാപ്പ് സിലബസിലുണ്ട്. 2 വേരിയബിൾ കെ മാപ്പ്, 3 വേരിയബിൾ കെ മാപ്പ്, 4 വേരിയബിൾ കെ മാപ്പ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള കെ മാപ്പുകളുണ്ട്. അത് നമ്മൾ അതിനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്, പെയർസ്, ക്വാഡ്സ് ആൻഡ് ഒക്ടറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. സോ മിനിമൈസേഷൻ ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ യൂസിങ് കെ മാപ്പ്, ഡോണ്ട് കെയർ കണ്ടീഷൻ എന്നുള്ള കണ്ടീഷൻ ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. കെ മാപ്പിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ സിസ്റ്റം പോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതിന്റെ കെ മാപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കും. അപ്പൊ ഇങ്ങനെ 7 പാർട്ടുകളായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 3 പാർട്ടുകൾ പഠിക്കാനുള്ളത്. ഒന്ന് കോമ്പിനേഷൻ സർക്യൂട്ട്, അതിൽ ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, 4 ബിറ്റ് പാരലൽ, ബൈനറി ആഡർ, സബ്ട്രാക്ടർ. ഇതാണ് ബേസിക് കോമ്പിനേഷൻ സർക്യൂട്ട്. അതിൽ കമ്പാരേറ്റേഴ്സ് പഠിക്കാനുണ്ട്. പാരിറ്റി ജനറേറ്റർ എന്താണ്, ചെക്കർ എന്താണ്, എൻകോഡർ, ഡീകോഡർ, BCD to 7 സെഗ്മെന്റ് പോലത്തെ ഡീകോഡേഴ്സ് ഒക്കെ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ് കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ 3 ഇൻപുട്ടുകൾ ഉണ്ടെന്ന് വെക്കുക. സപ്പോസ് 2 ഇൻപുട്ടുകൾ ഉണ്ടെന്ന് വെക്കുക, എയും ബിയും. അപ്പോൾ നമുക്ക് 3 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്ന് A = B, ഒന്ന് A < B, ഒന്ന് A < B. അപ്പോൾ 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ A = B. ഫസ്റ്റ് ഇൻപുട്ട് കൂടുതലും സെക്കൻഡ് ഇൻപുട്ട് കുറവുമാണെങ്കിൽ A < B. ഫസ്റ്റ് കുറവും സെക്കൻഡ് കൂടുതലുമാണെങ്കിൽ A < B. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കേസസിലുള്ള കമ്പാരിറ്റർ ഡിസൈൻ ആണ് നമുക്ക് സിലബസിലുള്ളത്. പിന്നെ മൾട്ടിപ്ലക്സേഴ്സ്. സോ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻ യൂസിങ് മൾട്ടിപ്ലക്സേഴ്സ്, ഡിമൾട്ടിപ്ലക്സേഴ്സ്. മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് വരുന്ന സർക്യൂട്ടാണ് മൾട്ടിപ്ലക്സർ. അപ്പോൾ ഇതൊരു 4-to-1 മക്സ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വരുന്ന ഫംഗ്ഷനാണ് ഡിമൾട്ടിപ്ലക്സർ. ഒന്ന് ഇതിനൊക്കെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന 2 സെലക്ഷൻ ലൈൻസ് ആയിരിക്കും, S0യും S1ഉം അല്ലെ. അപ്പോ ഇത് ഡിമക്സ് ആണ്, ഇത് S0, ഇത് S1, ഇത് Y0, Y1, Y2, Y3. അപ്പൊ ഞാൻ ആദ്യം വെച്ചിരിക്കുന്ന മക്സ് ആണ്. മൾട്ടിപ്പിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും വരുന്ന മക്സും, സിംഗിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വരുന്ന ഡിമക്സും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അഗെയിൻ ഇൻട്രൊഡക്ഷൻ ടു കോമ്പിനേഷൻ സർക്യൂട്ട് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഡിഫൈൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്, അപ്ലിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ ലോജിക് ഇൻ ഡിജിറ്റൽ സിസ്റ്റം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും ആണ് പഠിക്കാനുള്ളത്. ആഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡേഴ്സ് പഠിക്കാനുണ്ട്. ഒന്നാണ് ഹാഫ് ആഡർ, ഒന്നാണ് ഫുൾ ആഡർ, ഒന്നാണ് പാരലൽ ബൈനറി ആഡർ, ഒന്നാണ് ഹാഫ് സബ്ട്രാക്ടർ, ഒന്നാണ് ഫുൾ സബ്ട്രാക്ടർ, ഒന്നാണ് 4 ബിറ്റ് പാരലൽ ബൈനറി ആഡർ ഓർ സബ്ട്രാക്ടർ. അപ്പൊ ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന സർക്യൂട്ട് ഹാഫ് ആഡർ, 3 ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന സർക്യൂട്ട് ഫുൾ ആഡർ, ഇതുപോലെ 2 ഇൻപുട്ടുകളെ സബ്ട്രാക്ട് ചെയ്യുന്ന ഹാഫ് സബ്ട്രാക്ടർ, 3 ഇൻപുട്ടുകളെ സബ്ട്രാക്ട് ചെയ്യുന്ന ഫുൾ സബ്ട്രാക്ടർ. ഇതുപോലെ തന്നെ ഒരുപാട് ഫുൾ ആഡേഴ്സിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് പാരലൽ ആഡർ അല്ലെങ്കിൽ ബൈനറി പാരലൽ ആഡർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സബ്ട്രാക്ടർ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ മൊഡ്യൂള് ആഡറും സബ്ട്രാക്ടറിലും പറയാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് കമ്പാരേറ്റർ ആണ്. കമ്പാരേറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ A < B ആണോ, A = B ആണോ, A < B ആണോ എന്നായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈവൻ ആൻഡ് ഓഡ് പാരിറ്റി കോൺസെപ്റ്റ്, ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പാരിറ്റി ജനറേറ്റർ, മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്ററിൽ പഠിക്കുന്നത് 1 ബിറ്റ് മൾട്ടി ബിറ്റ് കമ്പാരേറ്റർ, അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ കമ്പാരേറ്റർ, ഇക്വാലിറ്റി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറ്റക്ഷൻ. പിന്നെ 4ാമത്തെ പാർട്ടിൽ പാരിറ്റി ജനറേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. അതുപോലെ പാരിറ്റി ചെക്കർ,
പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് ഈവൻ ഓർ ഓഡ് പാരിറ്റി എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പാരിറ്റി ജനറേറ്റർ. ഈവൻ ആണോ ഓഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഈവൻ ആൻഡ് ഓഡ് പാരിറ്റി കോൺസെപ്റ്റ് ആണ്. ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പാരിറ്റി ജനറേറ്റർ, ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പാരിറ്റി ചെക്കർ, അപ്ലിക്കേഷൻ ഓഫ് പാരിറ്റി സർക്യൂട്ട്സ് ഇൻ എറർ ഡിറ്റക്ഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് പറയാനുള്ളത് എൻകോഡേഴ്സും, ലാസ്റ്റ് പാർട്ട് ആയിട്ടില്ല സോറി, എൻകോഡേഴ്സും ഡീകോഡേഴ്സും ആണ്. എൻകോഡേഴ്സ് പഠിക്കാനുണ്ട്, ഡീകോഡേഴ്സ് പഠിക്കാനുണ്ട്. ഈ ഡീകോഡേഴ്സിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് BCD to 7 സെഗ്മെന്റ് ഡീകോഡർ പഠിക്കാനുണ്ട്. ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, n നമ്പർ ഓഫ് ഇൻപുട്ടും സാധാരണ രീതിയിൽ ഇൻപുട്ടിന്റെ എണ്ണം n-ഉം ഔട്ട്പുട്ടിന്റെ എണ്ണം 2n ആണ്. അപ്പോൾ n നമ്പർ ഓഫ് ഇൻപുട്ടും 2n നമ്പർ ഓഫ് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീകോഡറിന്റെ പേര്, ഇതിനാണ് നമ്മൾ ഡീകോഡർ എന്ന് പറയാം. എൻകോഡർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നമുക്ക് 2n ഇൻപുട്സും n നമ്പർ ഓഫ് ഔട്ട്പുട്സും വരുന്ന സർക്യൂട്ടിന് നമുക്ക് എൻകോഡർ എന്ന് പറയാം. എൻകോഡർ. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡീകോഡേഴ്സ് എന്താണ്, എൻകോഡേഴ്സ് എന്താണ്. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീകോഡർ സർക്യൂട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും. മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും വരുന്ന സർക്യൂട്ടിന് മൾട്ടിപ്ലക്സർ എന്നും അല്ലെ. അപ്പോൾ ഡാറ്റ സെലക്ടർ ആണ് ശരിക്കും മൾട്ടിപ്ലക്സർ. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടിപ്ലക്സേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് 2:1 മക്സ്, ഒന്ന് 4:1 മക്സ്, ഒന്ന് 8:1 മക്സ്. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന 2:1 മക്സ്, 4 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന 4:1 മക്സ്, 8 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന 8:1 മക്സ്. ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഡീമൾട്ടിപ്ലക്സേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. മക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീമൾട്ടിപ്ലക്സർ. മക്സ് ഡാറ്റ സെലക്ടർ ആണെങ്കിൽ ഡീമൾട്ടിപ്ലക്സർ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ 1:2, 1:4, 1:8 ഒക്കെ ഡീമൾട്ടിപ്ലക്സേഴ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് കിടക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 പാർട്ടുകളായിട്ടാണ് പഠിക്കാനുള്ളത്. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതിൽ ആദ്യം പഠിക്കാനുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് കേട്ടോ. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്? അപ്പോൾ ഏതൊക്കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് സിലബസിലുണ്ട്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ പഠിക്കാനുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ, JK മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൺവേർഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR to JK ആൻഡ് JK to SR ഓൺലി. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടിലാണ് നമ്മൾ ആഡർ സബ്ട്രാക്ടർ ഒക്കെ പഠിച്ചത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പും കൗണ്ടറും രജിസ്റ്റേഴ്സും ആണ്. ഇതൊക്കെ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. അതായത് മെമ്മറി കൂടിയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുക. അതിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കാനുണ്ട്, കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. കൗണ്ടേഴ്സ് പറഞ്ഞാൽ ഒന്നെങ്കിൽ അപ്പ് കൗണ്ടർ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ. 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് കൗണ്ട് ചെയ്യുന്ന അപ്പ് കൗണ്ടറും മാക്സിമത്തിൽ നിന്ന് തിരിച്ച് ഡിക്രിമെന്റ് ചെയ്ത് 0യിലേക്ക് കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ ഡൗൺ കൗണ്ടറും ആണ്. അങ്ങനെ 2 രീതിയിലുള്ള കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ സിങ്കർണസ് കൗണ്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സിസോ, സിപ്പോ, പിസോ ആൻഡ് പിപ്പോ എന്നുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സിസോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, സിപ്പോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, പിസോ എന്ന് പറഞ്ഞാൽ പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. ഇതാണ് 4 ടൈപ്പ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് and their differences from combination circuit, the role of memory element in a sequential system, classification into synchronous and asynchronous sequential circuit, applications of sequential circuits and digital system. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിനെ കുറിച്ച് ജനറൽ ഐഡിയ. പിന്നെ അതിൽ നമ്മൾ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പഠിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അപ്പോൾ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞ എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കാനുണ്ട്. ഒന്നാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന്റെ കൺസ്ട്രക്ഷൻ, ലോജിക് സിമ്പല്, ട്രൂത്ത് ടേബിൾ, ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതുപോലെ തന്നെ ഇതൊക്കെ SRൽ പഠിക്കാനുണ്ട്. JK എന്ന് പറഞ്ഞാൽ ജാക്ക് ആൻഡ് കിൽബി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. JKയിൽ നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, ട്രൂത്ത് ടേബിൾ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ, എലിമിനേഷൻ ഓഫ് ഇൻവാലിഡ് സ്റ്റേറ്റ് ഫ്രം SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് നോക്കാനുണ്ട്. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്.
ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാവുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്. ഈ എറേഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കേട്ടോ. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പൊ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൺവേർഷൻസ്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വേറെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കൺവേർഷനും നമുക്കിവിടെ പ്രത്യേകം പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സിലബസിൽ വരുന്ന കൗണ്ടേഴ്സ് ആണ്. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു കൗണ്ടിങ് സീക്വൻസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കൗണ്ടേഴ്സ് ഇൻ ഡിജിറ്റൽ സിസ്റ്റം. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ, സിൻക്രണസ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം പഠിക്കാനുള്ള കൗണ്ടേഴ്സ് ആണ് അസിൻക്രണസ് അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ. ഇവിടെ എന്താണ് റിപ്പിൾ കൗണ്ടർ? ഇവിടെ രണ്ട് ടൈപ്പ് റിപ്പിൾ കൗണ്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് അപ്പ് കൗണ്ടർ, ഒന്ന് ഡൗൺ കൗണ്ടർ. ഒരു 4 ബിറ്റുള്ള കൗണ്ടർ ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യുന്നത് 0000 തൊട്ട് 1111 വരെയായിരിക്കും. ഇതാണ് അപ്പ്. ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്കാണ് കൗണ്ട് ചെയ്യുക. അപ്പൊ 15 കഴിഞ്ഞ 14 ഈ രീതിയിലാണ് കൗണ്ടിങ് വരിക കേട്ടോ. 0000 വരെ കൗണ്ട് ചെയ്യും ഡൗൺ ആയിട്ട്. അതാണ് അസിൻക്രണസ് അപ്പും അസിൻക്രണസ് ഡൗണും. അപ്പൊ ശരിക്കും ഇവിടെ അസിൻക്രണസ് അപ്പ് എന്ന് പറഞ്ഞ ഒരു 4 ബിറ്റ് അസിൻക്രണസ് അപ്പ് ആണെങ്കിൽ ഇവിടെ 16 മോഡുകൾ മൊത്തം ഉണ്ടാവും, 0 മുതൽ 15 വരെ. ഇങ്ങനെ മോഡുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ മോഡ് കൗണ്ടർ എന്ന് പറയാം. അപ്പൊ മോഡ് 6 കൗണ്ടർ ആണെങ്കിൽ 0 മുതൽ 5 വരെ കൗണ്ട് ചെയ്യും. മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യും. ഇതൊക്കെയാണ് കൗണ്ടേഴ്സിന്റെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സിൻക്രണസ് കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്, കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിൻക്രണസ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ലോവർ ആയിരിക്കും. അതിനെ ഫാസ്റ്റർ ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടർ ആണ് സിൻക്രണസ് കൗണ്ടർ. അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ കൗണ്ടേഴ്സ് നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ട്. അതിന് ഒന്നിനെയാണ് നമ്മൾ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്, ഒന്നിനെയാണ് നമ്മൾ ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും പറയാറുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ ലോജിക്ക് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്റ്റോറിങ്ങിനാണ് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഡാറ്റ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഡിഫറെന്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് സിലബസിൽ പഠിക്കാനുണ്ട്. ഒന്നാണ് സിസോ, സിപ്പോ, പിസോ, പിപ്പോ. സിസോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട്. നമ്മൾ സീരിയലി ഇൻപുട്ട് കൊടുക്കും, സീരിയലി നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. അപ്പൊ സീരിയലും പാരലലും ഉണ്ട്. എന്താ വ്യത്യാസം? ഇപ്പൊ ഞാൻ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് ഡാറ്റ മൂവ് ചെയ്യാണ്. 1010 എന്നുള്ള ഡാറ്റയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം 1, പിന്നെ 0, പിന്നെ 1, പിന്നെ 0. അപ്പോൾ ഓരോ ബിറ്റും മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം 1 സെക്കൻഡ് ആണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് ഇത് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതാണ് സീരിയൽ. പാരലൽ എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റം ഉണ്ട് അല്ലെ? ഈ 2 സിസ്റ്റത്തിന് 4 വയറുകൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. 4 ബിറ്റ് അല്ലെങ്കിൽ ഓരോ ലൈനിലൂടെയും ഓരോ ബിറ്റ് കടന്നു. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് പാരലൽ കണക്ഷന്റെ പ്രത്യേകത കേട്ടോ. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിന്റെ ബേസിക് ലോജിക്ക് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് സിസോ. എല്ലാവരും കണ്ടോ? സിസോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ടിനെയാണ് സിസോ എന്ന് പറയാം. നമ്മൾ ഇൻപുട്ട് സീരിയൽ ആയിരിക്കും, ഔട്ട്പുട്ടും സീരിയൽ ആയിരിക്കും. അതുപോലെ തന്നെ സിപ്പോ, സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സിപ്പോ എന്ന് പറയുന്നത്. സീരിയലി നമ്മൾ ഇന്നു കൊടുക്കും, പാരലലി നമ്മൾ ഔട്ട് എടുക്കും. പിന്നെ വരുന്ന പിസോ, പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. പാരലലി നമ്മൾ ഇന്നു കൊടുക്കും, സീരിയലി നമ്മൾ ഔട്ട് എടുക്കും. അടുത്ത പിപ്പോ, പാരലലി നമ്മൾ ഇന്നു കൊടുക്കും, പാരലലി നമ്മൾ ഔട്ട് എടുക്കും. ഇങ്ങനെ 4 ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിന്റെയൊക്കെ ടൈമിംഗ് ഡയഗ്രാംസും അതിന്റെയൊക്കെ അപ്ലിക്കേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂളാണ് കുറച്ച് വലിയ മൊഡ്യൂള്. അതിൽ 4 പാർട്ടുകൾ പഠിക്കാനുണ്ട്. ഒന്നാണ് സ്റ്റേറ്റ് മെഷീൻസ്. 2 രീതിയിലുള്ള സ്റ്റേറ്റ് മെഷീൻസ് നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ട്. ഒന്നാണ് മിലി മോഡലും ഒന്നാണ് മൂർ മോഡലും. അതിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം അടക്കം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടറിനെയാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഒരു അനലോഗ് സിഗ്നലിനെ നമ്മൾ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഡിജിറ്റൽ ആക്കി മാറ്റാമെന്നാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ പറയുന്നത്. അതുപോലെ തന്നെ വെരിലോഗിന്റെ ഒരു ഫണ്ടമെന്റൽ ഇൻട്രൊഡക്ഷനും നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലുണ്ട്. അതായത് പ്രോഗ്രാമിംഗിന്റെ ഫണ്ടമെന്റൽ ബേസ് എന്ന് പറയാം. അത് നമ്മുടെ സിലബസ് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്ന് ചെക്ക് ചെയ്താൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. FSM, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് പറഞ്ഞ രണ്ട് രീതിയിലുള്ള മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മിലി മോഡലും ഒന്ന് മൂർ മോഡലും. അപ്പൊ ഈ മിലി മോഡലും മൂർ മോഡലും വെച്ചിട്ട് എങ്ങനെ നമുക്ക് FSM ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നോക്കാനുള്ളത്. പിന്നെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് ഉണ്ടോ? ഒന്നാണ് മൂർ മോഡൽ, ഒന്നാണ് മിലി മോഡൽ. അതെന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. മിലി മോഡലും മൂർ മോഡലും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെയൊക്കെ കമ്പാരിസൺ, മിലി മോഡലും മൂർ മോഡലും നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം, അതിന്റെ ബേസിക് ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആയിട്ട് മാറ്റുന്ന കൺവേർട്ടറിന്റെ പേരാണ് DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഡിജിറ്റൽ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്, അനലോഗ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അല്ലേ? യെസ്. ഇനി നോക്കിയേ, അതിൽ ഡിഫറെന്റ് ആയിട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നമ്മൾ ആസ് പെർ സിലബസ് പഠിക്കാനുണ്ട്. ഒന്നാണ് വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പ് DAC. വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പ് DAC എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പഠിക്കാനുണ്ട്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കാനുണ്ട്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ പഠിക്കാനുണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കാനുണ്ട്. വെയ്റ്റഡ് റെസിസ്റ്റർ. അടുത്ത് പഠിക്കാനുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് R2R ലാഡർ. R2R ലാഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ, അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് നമുക്ക് ആസ് പെർ സിലബസ് പഠിക്കാനുള്ളത്. ഒന്ന് വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പും ഒന്ന് R2R ലാഡറും. അപ്പൊ എന്താണ് ഈ ഡിജിറ്റൽ ടു അനലോഗ്? ഡിജിറ്റൽസ് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് ആണ് ഡിജിറ്റൽ. അതിന് അനലോഗ് ഡാറ്റയ്ക്ക് മാറ്റണം, വോൾട്ടേജസ് ആക്കി മാറ്റണം. ഇതിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സും കൂടി പഠിക്കാനുണ്ട്. എന്താണ് റെസൊല്യൂഷൻ, എന്താണ് ആക്യുറസി, അതുപോലെ എന്താണ് ലീനിയാരിറ്റി, എന്താണ് സെറ്റിംഗ് ടൈം, അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ നമ്മൾ ADC എന്നാണ് പറയാറ്. ADC. സോ ഇൻട്രൊഡക്ഷൻ ടു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ പ്രോസസ്, ഡെഫിനീഷൻ ആൻഡ് നീഡ് ഫോർ ADC. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഡെഫിനീഷനും നീഡ്സും പഠിക്കാനുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ADCs നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് ഫ്ലാഷ് ടൈപ്പ് ADC. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്പീഡ് ആൻഡ് റെസൊല്യൂഷൻ, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനലോഗ് ടു ഡിജിറ്റൽ. അപ്പൊ അനലോഗ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്, ഡിജിറ്റൽ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. പിന്നെ സക്സസീവ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ SAR എന്നുള്ള ടൈപ്പ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ പഠിക്കാനുണ്ട്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർഷൻ പ്രോസസ്സ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് ADCന്റെയും സക്സസീവ് അപ്രോക്സിമേഷന്റെയും കമ്പാരിസണും പഠിക്കാനുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. എന്താണ് റെസൊല്യൂഷൻ, എന്താണ് കൺവേർഷൻ ടൈം, എന്താണ് സാമ്പിളിംഗ് റേറ്റ്, എന്താണ് ക്വാണ്ടിസേഷൻ എറർ എന്നൊക്കെ പഠിക്കാനുണ്ട്. ഇതിന്റെ അപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രത്യേകം പഠിക്കാനുണ്ട്. അതിനെയാണ് നമ്മൾ HTL എന്ന് പറയുന്നത്, ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. സോ നീഡ് ഓഫ് HTL ലാംഗ്വേജ് ഇൻ മോഡേൺ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ, ഓവർവ്യൂ ഓഫ് വെരിലോഗ് ആസ് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ടൂൾ, ബേസിക് സ്ട്രക്ചർ ഓഫ് വെരിലോഗ് പ്രോഗ്രാം, അതുപോലെ തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിൽ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, വയറുകൾ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, ആൻഡും ഓറും പോലത്തെ ഗേറ്റ് ലെവൽ മോഡലിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വെരിലോഗ് വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഹാഫ് ആഡർ, ഫുൾ ആഡർ ഒക്കെ വെരിലോഗ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് സിലബസ് പ്രകാരം. ഇത്രയാണ് നമ്മുടെ സിലബസ്. ഈ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും ഈ കൊടുത്തിരിക്കുന്നതൊക്കെ NPTELന്റെ വീഡിയോ ലിങ്ക് ആണ് അല്ലെ? നമ്മുടെ സ്വയം NPTEL വീഡിയോ ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലിങ്കുകൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റും. ഈ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NPTEL ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ഈ KTU ആക്ടിവിറ്റി പോയിന്റ് കാൽക്കുലേഷന്റെ സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റി പോയിന്റ് കിട്ടുന്ന NPTEL കോഴ്സസ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അസൈൻമെന്റ്സും ഇതിൽ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ NPTEL ക്വാളിഫൈ ആയിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 30 മാർക്ക് ശരിക്കും നമ്മുടെ പ്രൊജക്റ്റ് ആണ് കേട്ടോ. പ്രൊജക്റ്റ് 40 മാർക്കിന്റെ എക്സാം ആണ്, 60 മാർക്ക് നമ്മുടെ ഇന്റേണൽ ആണ്. ഈ 60 മാർക്കിൽ 30 മാർക്ക് നമ്മുടെ പ്രൊജക്റ്റ് ആണ് അല്ലെ? പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 30 മാർക്കിന് ഒരു സ്പ്ലിറ്റ് അപ്പ് നമ്മുടെ KTU സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റ് പ്ലാനിങ് പ്രൊപ്പോസൽ ആണ് ആദ്യം.
ഇതിന്റെ പ്രൊജക്ടിന്റെ പ്ലാനിങ് പ്രപ്പോസലിന് 5 മാർക്ക്, കോൺട്രിബ്യൂഷൻ ഇൻ പ്രോഗ്രസ് ഓഫ് പ്രസന്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ 4 മാർക്ക്, ഇൻവോൾവ്മെന്റ് ഇൻ ദി പ്രൊജക്ട് വർക്ക് ആൻഡ് ടീം വർക്ക് 3 മാർക്ക്, എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ 10 മാർക്ക്, ഫൈനൽ പ്രസന്റേഷൻ 5 മാർക്ക്, പ്രൊജക്ട് ക്വാളിറ്റി ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിക്ക് 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 50 മാർക്കിന്റെ ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് കൂടി ഇതിൽ പഠിക്കാനുണ്ട്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എല്ലാ സർക്യൂട്ടുകളും ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് LED ബിൽഡിംഗ് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ബേസിക് സെൻസേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 30 മാർക്കാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്ന പ്രൊജക്ടിന്റെ കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്. അപ്പൊ ഇതിൽ 2 ഫാക്കൽറ്റി മെമ്പറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ഇതിനുണ്ട് കേട്ടോ. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ലെക്ചർ ഡെലിവറി, പ്രൊജക്ട് ഐഡന്റിഫിക്കേഷൻ, സിമുലേഷൻ, ലബോറട്ടറി വർക്ക് ഓർ വർക്ക്ഷോപ്പ്, അതിന്റെ പ്രസന്റേഷൻ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രൊജക്ട് അനാലിസിസ്, ഡാറ്റ കളക്ഷന്റെ പ്രാക്ടിക്കൽ, ഇവാലുവേഷന്റെ പ്രസന്റേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഓർ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ, ഇതിന്റെ അനാലിറ്റിക്കൽ ആൻഡ് തിങ്കിങ് ആൻഡ് സെൽഫ് ലേണിംഗ് ആണ് ഇതിന്റെ ട്യൂട്ടോറിയല്, ടെസ്റ്റിംഗ് ആണ് ഇതിന്റെ പ്രാക്ടിക്കല്, പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മൈൽ സ്റ്റോൺ, അതിന്റെ റിവ്യൂ, ഫീഡ്ബാക്ക്, ഇതൊക്കെയാണ് അതിന്റെ പ്രസന്റേഷൻ. പിന്നെ ഗസ്റ്റ് സ്പീക്കേഴ്സ്, ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ വെച്ചിട്ടുള്ള എലമെന്റ്സ് പറയുന്നുണ്ട്. അതിന് കേസ് സ്റ്റഡി അല്ലെങ്കിൽ സർവേ റിപ്പോർട്ട്, പ്രോട്ടോടൈപ്പിംഗ് ആണ് വേണ്ടത്, പോസ്റ്റർ പ്രസന്റേഷൻ, വീഡിയോ പ്രസന്റേഷൻ, സ്റ്റുഡൻസ് പ്രസന്റ് ദെയർ റിസൾട്ട്സ് ഇൻ എ 2 to 5 minutes വീഡിയോ. ഇതൊക്കെ സിലബസിൽ പറയുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്റ്റ് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളൊരു മേജർ 4 പേപ്പർ എന്നുള്ള ലാഘവത്തിലാണ് നിങ്ങളത് എടുക്കുക, കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. ഇത്രയാണ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.